ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ മസാല ദോശയും മല്ലിയില ചമ്മന്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ ഒട്ടും പ്രയാസമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. ഇതിൽ ഞാൻ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. പുറമേ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് 3 വിസിൽ കേൾപ്പിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മതി. എൻ്റെത് ഒരെണ്ണം ചെറുതായതുകൊണ്ട് ഒരെണ്ണം കൂടെ ഒരു ചെറിയതും കൂടെ എടുത്തുന്നേ ഉള്ളൂ. ഒരു മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് തന്നെ ധാരാളമാണ്. ഒരു 3-4 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. ആൻഡ് അത് ഞാൻ ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുത്തു. ആദ്യത്തെ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും 2-3 വിസിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. എന്നിട്ട് ആ ഫുൾ എയർ പോണവരെ വെയിറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്തു. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോണ്ട, കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിക്കാണ് സ്മാഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി അത് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ മസാല റെഡിയാക്കണം. അപ്പോൾ അതിനാദ്യം ഒരു ചീൻചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് നമ്മൾ ഉഴുന്നിട്ട് കൊടുത്തു. ഉഴുന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. എൻ്റെത് കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളറായിപ്പോയി, ഒന്ന് നന്നായിട്ട് മൂത്ത് പോയി. അപ്പോൾ അത്രയും മൂത്താലും കുഴപ്പമില്ല, എൻ്റെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് നന്നായിട്ടൊരു 10-30 സെക്കൻഡ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും പോയി പോകണ്ട, ഒരുപാട് അങ്ങ് മൂത്തൊന്നും പോകണ്ട. ചെറുതായിട്ട് ഒരു 30 സെക്കൻഡൊക്കെ തന്നെ ധാരാളമായിരിക്കും. ആൻഡ് അതൊന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ 2 സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ ഐബോൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കുക്കിംഗ് കുറച്ചുകൂടെ നമ്മുടെ സ്കിൽസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ നമ്മുടെ സവാള സോട്ടായി വരാനായിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി ഒന്ന് ട്രാൻസ്പാരന്റ് ആവുന്നത് വരയ്ക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ട്രാൻസ്പാരന്റ് ആയപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ. ഇനി രാത്രിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി കറിവേപ്പില പറിക്കാൻ പോകാൻ മടിച്ചിട്ടാണ് ഇത്ര ഇട്ടത്. പിന്നെ ഞാൻ പോയി പറിച്ചു നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, 2 തണ്ടൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, അതായത് ഒരു വലിയ ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാതി മതി. അത് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തേക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതാക്കി വേണമെങ്കിൽ അരിയാം. ഞാൻ ഇങ്ങനെ അരിഞ്ഞത് കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ കാണാനും ഒക്കെ കുറച്ച് ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് അടച്ചു വെച്ചു. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് ആവി കയറിയാൽ മതി. ആവി കയറി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. കണ്ടോ, ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് പരുവം. ഒത്തിരി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അടിക്കൊക്കെ പിടിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞൊക്കെ പോവും. അപ്പോൾ ഇത് കറക്റ്റ് പരുവമാണ്. ഇതുപോലെ 1 മിനിറ്റ് മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ ആക്ച്വലി ഞാൻ കാണിച്ചില്ല. ഇത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷമുള്ള കളറാണ്, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഏകദേശം ഇത്ര മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ടത്. അപ്പോൾ അത്ര ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ ഒരു മഞ്ഞളൊന്ന് മൂക്കണം. അതൊരു 3-4 ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡൊക്കെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു അത് മൂത്തോളും. എന്നിട്ട് ഒരു കപ്പിൽ ഒരു പാതി കപ്പ്, ഒരു 1/2 കപ്പ്, അതായത് നമ്മുടെ ഈ ഒരു കൂട്ട് ഒത്തിരി വെള്ളമായി പോകണ്ട, എന്നാൽ കുറച്ചൊരു ലൂസായിട്ടും വേണം. കാരണം നമ്മൾ ഒത്തിരി കട്ടിക്കങ്ങ് ഉണ്ടാക്കിയാൽ പിന്നെ ഇരുന്നതൊന്ന് കട്ടിയാവും. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് വെള്ളമായിട്ട് നിന്നോട്ടോ കേട്ടോ. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് വഴറ്റി അതങ്ങ് വെള്ളം വലിഞ്ഞോളും നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ. എന്നിട്ട് ഉപ്പ് നോക്കി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലതുപോലെ ഇതും ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വേണം. ഒരു 2 മിനിറ്റ് തന്നെ ധാരാളമായിരിക്കും കേട്ടോ. നന്നായിട്ട് തിളച്ച് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും ഒക്കെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ആ രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ്, നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതെല്ലാം ഒറ്റ കൈയോട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഒത്തിരി അങ്ങ് വെള്ളമായി പോണ്ട, എന്നാൽ ഒരു കുറച്ചൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു കറി പരുവത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം.
അപ്പോൾ ദോശ മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ മില്ലിൽ കൊടുത്തൊക്കെ അരച്ചെടുക്കുന്ന മാവാണെങ്കിൽ കുറച്ചുകൂടി നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒഴിക്കുന്ന പരുവത്തിൽ, അതായത് കുറച്ചൊന്ന് ലൂസായി വേണം നമ്മൾ ദോശമാവ് കലക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലൂസ് തന്നെ ആയിരിക്കും. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമ്മുടെ ദോശയുടെ ക്വാളിറ്റി മാറും. സോ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഒഴിച്ചു നന്നായിട്ട് പരത്തിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് തടയി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നെയ്യ് തേച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിവാക്കാം. പക്ഷെ നെയ്യ് മാക്സിമം ഒഴിവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ആയാലും മതി, നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടും. പക്ഷെ നെയ്യൊരു ആ ഒരു വാസനയും അതൊക്കെ മസാല ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാല, നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. ഇത്രയും മസാലയൊന്നും വെക്കണ്ട കേട്ടോ, കുറച്ച് വെച്ചാൽ മതി. ഞാനൊരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് ദോശ മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുക്കുമ്പം ആ ഒരു നാക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പായി പോകും, കുഴപ്പമില്ല. ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ട് ഇതാണ് കറക്റ്റ് നമ്മുടെ കളർ. ഈ ഒരു കളറിൽ വേണം നമ്മുടെ ദോശ കിട്ടാനായിട്ട്. എന്നാലേ നമ്മുടെ മസാല ദോശയ്ക്ക് ഭയങ്കര ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തു. ആൻഡ് അതിനുശേഷം ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ്. ആദ്യം മാവൊഴിച്ചു, നെയ്യ് തടകി, മസാല വെച്ചു, ഒന്ന് മടക്കിയെടുത്തു. അത് നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്നും കൂടെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ദോശ ഒരു സൈഡിലാവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ മല്ലിയില ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഒരു അരമുറി തേങ്ങ, അത് 4 പേർക്ക് 5 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അരമുറി തേങ്ങ നന്നായിട്ട് ചിരകി ഇത് നമ്മുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഈ ഒരു വലുപ്പത്തിനൊരു ഇഞ്ചിയും, പിന്നെ ഇതിലേക്കൊരു 3 ചെറിയ ഉള്ളിയും, അത് ചെറുതായതുകൊണ്ട് 3 എടുത്ത്, വലുതൊക്കെ ആണെങ്കിൽ 2 തന്നെ ധാരാളമാണ്. പിന്നെ 2 പച്ചമുളക്. ഇപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അതുപോലെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് മല്ലിയില ഫ്ലേവറൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ മല്ലിയില ഇടാം കേട്ടോ. മണത്തിനും ഫ്ലേവറിനും ഭയങ്കര നല്ലതാണ്. ആൻഡ് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൊത്തം വെള്ളം എടുത്തു. ആദ്യം കുറച്ച് ഒഴിച്ചു, അരച്ചു. എന്നിട്ട് ആവശ്യാനുസരണം കൂടുതൽ ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്മൂത്ത് പേസ്റ്റായി പോണ്ട. നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് ചതയ്ക്കുമ്പോൾ ഒരു തരിതരിപ്പ് ഉണ്ടാവില്ലേ, അതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ചമ്മന്തിയിൽ ഒഴിക്കാനായതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കടുക്, കുറച്ച് ഒരു 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഒരുപാട് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഒരു 3 ചെറിയ ഉള്ളി സെപ്പറേറ്റ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. റൗണ്ടിന് വേണം അരിയാനായിട്ട്. എന്നിട്ട് അത് ഒരു ചെറിയ ഉള്ളി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി. അപ്പം ഇനി കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചമ്മന്തിയിലോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇത് ചുമ്മാ നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കും പോലെ വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പം നമ്മുടെ മസാല ദോശയും ചമ്മന്തിയും ഒക്കെ റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പറായിട്ട് രാവിലെ ഒരു ചൂട് കോഫിയും ഈ ഒരു മസാല ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ച സുഖമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.